വലിയ തോതിലുള്ള രാഷ്ട്രീയ തർക്കങ്ങൾ നിലനിൽക്കുമ്പോഴും സംസ്ഥാനത്തിനു വേണ്ടി രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കപ്പുറത്തേക്ക് ഭരണപ്രതിപക്ഷങ്ങൾ പലപ്പോഴും ഒന്നിക്കാറുണ്ട്. നാടിന്റെയും ജനങ്ങളുടെയും ആവശ്യങ്ങൾക്ക് മുന്നിൽ രാഷ്ട്രീയം കളിക്കുന്നത് ജനാധിപത്യത്തിന് ഗുണകരമാവില്ലെന്ന തിരിച്ചറിവ് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിനുണ്ട്. നാടിന്റെ വികസനത്തിനു വേണ്ടി രാഷ്ട്രീയം മാറ്റിവെച്ച് എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ തീർച്ചയായും അതിന് ഫലമുണ്ടാകും. അത്തരത്തിലുള്ള നീക്കങ്ങളാണ് കേരളം ഇപ്പോൾ ആഗ്രഹിക്കുന്നതും. പരസ്പരം വെല്ലുവിളിച്ചതുകൊണ്ടോ പോരടിച്ചതുകൊണ്ടോ സാമ്പത്തിക പ്രതിസന്ധി അടക്കം സംസ്ഥാനം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാവില്ല. രാഷ്ട്രീയമൊക്കെ ആവശ്യമാണ്, അത് പക്ഷേ സകലതിലും കൂട്ടിക്കലർത്തേണ്ടതില്ല. ഏറെക്കാലമായി ഗവർണറും സർക്കാരും തമ്മിലുള്ള പോരാട്ടത്തിലായിരുന്നു സംസ്ഥാനം. മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലത്ത് നിരന്തരം ഏറ്റുമുട്ടലുകളായിരുന്നു. ഗവർണറെ ഒതുക്കാൻ സർക്കാരും സർക്കാരിനെ പിടിക്കാൻ ഗവർണറും പരിശ്രമിച്ചുകൊണ്ടിരുന്നു. സർവകലാശാലകളുടെ ഭരണത്തെയും പ്രവർത്തനത്തെയും വരെ അത് ബാധിച്ചു. പ്രതിപക്ഷത്തെക്കാളേറെ സർക്കാരുമായി പോരടിക്കുന്ന ഗവർണർ എന്നതായിരുന്നു അവസ്ഥ. തനിക്കെതിരായ പ്രതിഷേധങ്ങളെ തെരുവിലിറങ്ങി നേരിട്ട ഗവർണറായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാൻ. സർക്കാർ നയങ്ങളോടുള്ള തന്റെ അതൃപ്തി പലപ്പോഴും പരസ്യമായി പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു. ബില്ലുകൾ ഒപ്പുവെക്കാതെ പിടിച്ചുവെച്ചതും സംസ്ഥാന സർക്കാരിനെ അസ്വസ്ഥമാക്കി. കേന്ദ്രത്തിന്റെ വക്താവായി നിന്ന് ഗവർണർ സംസ്ഥാന സർക്കാരിനെ ദ്രോഹിക്കുന്നു എന്നതായിരുന്നു ഇടതുപക്ഷ നേതാക്കളുടെ ആരോപണം. കേരളത്തിൽ മാത്രമല്ല, പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള വടംവലികൾ ഉണ്ടായി. തമിഴ്നാട്ടിൽ ഈ പോര് കൂടുതൽ രൂക്ഷമാണ്. ഇത്തരത്തിലുള്ള ഒരു പോരിനില്ലെന്ന് കേരളത്തിൽ അധികാരമേറ്റപ്പോൾ മുതൽ പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സൂചന നൽകുന്നുണ്ട്. സർക്കാരുമായി ഒരുവിധ ഏറ്റുമുട്ടലിനും അദ്ദേഹം തുനിയുന്നില്ല എന്ന് മാത്രമല്ല, സർക്കാരിനെ പരമാവധി സഹായിക്കാനുള്ള സന്നദ്ധതയും കാണിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസം ഡൽഹിയിലെ കേരള ഹൗസിലുണ്ടായ അസാധാരണമായ സംഭവ വികാസങ്ങൾ അതിന്റെ തെളിവാണ്. ചൊവ്വാഴ്ച കേരള ഹൗസിൽ സംസ്ഥാനത്ത് നിന്നുള്ള എംപിമാർക്കായി ഗവർണർ അത്താഴ വിരുന്ന് ഒരുക്കുകയുണ്ടായി. മുഖ്യമന്ത്രി പിണറായി വിജയനും അതിൽ പങ്കെടുത്തു. കേരളത്തിന്റെ പൊതുവായ ലക്ഷ്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ഗവർണറും മുഖ്യമന്ത്രിയും എംപിമാരും തമ്മിലുള്ള ഈ കൂടിക്കാഴ്ച ഉപകരിച്ചിട്ടുണ്ട്. വികസനത്തിന് വേണ്ടിയുള്ള സംയുക്ത ശ്രമങ്ങൾ ഇത്തരത്തിലാണ് മുന്നോട്ടു പോകേണ്ടത്. ഗവർണറും മുഖ്യമന്ത്രിയും എംപിമാരും ഒറ്റക്കെട്ടായി നിന്ന് ഇനിയും കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കണം. അതിനുള്ള തുടക്കമായി ഇത് മാറിയാൽ ജനങ്ങൾ കൈയടിച്ച് സ്വാഗതം ചെയ്യും. സംസ്ഥാനത്തിന്റെ പ്രശ്നങ്ങൾ കേന്ദ്ര സർക്കാരിന് മുന്നിൽ അവതരിപ്പിക്കുന്നതിന് മുഖ്യമന്ത്രിക്കൊപ്പം നിലകൊള്ളുമെന്നാണ് കൂടിക്കാഴ്ചയിൽ ഗവർണർ പറഞ്ഞത്. കേരളത്തിന്റെ പ്രശ്നങ്ങളെക്കുറിച്ച് താൻ ബോധവാനാണെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. കേരളത്തിന് മുൻഗണന നൽകി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നാണ് അദ്ദേഹം എംപിമാരോട് പറഞ്ഞത്. ഗവർണർ ഒപ്പം നിൽക്കുന്നതിനെ മുഖ്യമന്ത്രിയും സ്വാഗതം ചെയ്യുന്നുണ്ട്. കോൺഗ്രസ് നേതാവും എംപിയുമായ ഡോക്ടർ ശശി തരൂരും ഗവർണറുടെ നടപടിയെ അഭിനന്ദിക്കുകയുണ്ടായി. ഒരു പുതിയ തുടക്കമായി ഇതിനെ കാണാവുന്നതാണ്. അപ്പോഴും BJP കേന്ദ്ര നേതൃത്വം സംസ്ഥാനത്തെ BJPയേക്കാൾ CPMനെ വിശ്വാസത്തിലെടുക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി വിജയിച്ചെങ്കിലും അത് ആത്യന്തികമായി പാർട്ടിയുടെ വിജയമല്ലെന്നും ആ വ്യക്തിയുടെ വിജയം മാത്രമാണെന്നും BJP നേതൃത്വത്തിന് അറിയാം. കാര്യങ്ങൾ അങ്ങനെയാവുമ്പോൾ കേരളത്തിലെ BJPയെ ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളില്ലെന്ന് ദേശീയ നേതൃത്വം കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ BJPയേക്കാൾ കോൺഗ്രസ് മുക്ത കേരളം എന്ന അവരുടെ സ്വപ്നത്തിന് CPM ആണ് കൂടുതൽ ഗുണമാകുന്നത്. അതുകൊണ്ട് തന്നെ ഗവർണർ ആണെങ്കിലും കേന്ദ്രമന്ത്രിമാരാണെങ്കിലും സംസ്ഥാനത്തെ സർക്കാരുമായും CPM നേതൃത്വവുമായി നല്ല അടുപ്പം തന്നെയാണ് കാത്തു സൂക്ഷിക്കുന്നത്. ഈ ബാന്ധവങ്ങൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആർക്ക് ഗുണമാകുമെന്ന് കാത്തിരുന്നു തന്നെ കാണേണ്ടതാണ്.